സിഗ്നിഫിക്കൻസ് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നോൺ ബിബ്ലിക്കൽ, ഇത് പേഗൻ പ്രാക്ടീസ് ആണ് എന്നൊക്കെ പറയുന്ന വാദം തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്കിന്ന് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഈ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണ്. ഈ പ്രൊഫസി യഹോവ നടത്തിയത് പ്രവാചകന്മാരിൽ കൂടി ഒന്നുമല്ല, ബാലാമിൻ്റെ വായിൽ യഹോവ കൊടുക്കുന്ന പ്രൊഫസിയാണ്. ക്രിസ്മസ് നക്ഷത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ, യഹോവയുടെ പ്രവചനങ്ങളെല്ലാം നിവർത്തിയാക്കപ്പെടും. അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു നക്ഷത്രം കാണാൻ സാധിക്കത്തുള്ളൂ. യേശുവിലേക്ക് എത്താൻ കഴിയാതെ പോയ മറ്റൊരാളെ കുറിച്ച് ഇതേ സ്ക്രിപ്ചറിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വി കനോട്ട് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്, വി കനോട്ട് സീ ദ ഗ്ലോറി ഓഫ് ജീസസ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡമായി തീർന്ന നസ്രേനായ യേശുവിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് കാലത്ത് നമ്മളെല്ലാവരും സാധാരണയായിട്ട് വീട്ടിൽ തൂക്കുന്നതാണ് ക്രിസ്മസ് നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. കിഴക്ക് അവൻ്റെ നക്ഷത്രത്തെ ദർശിച്ച അല്ലെങ്കിൽ ഹിസ് സ്റ്റാറിനെ കണ്ട വിദ്വാൻമാർ യെരുശലേമിലേക്ക് എത്തുന്നു. യെരുശലേമിൽ എത്തുന്ന വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിച്ചതെന്ന് അറിയാൻ അവിടെ യേശുവിനെ പരതി നടക്കുന്നു. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന ഈ വർത്തമാനം ഹെരോദാവിന്റെ ചെവിയിലും എത്തുന്നു. ഹെരോദാവ് പള്ളി പ്രമാണികളെയും ശാസ്ത്രിമാരെയും ഒക്കെ വിളിച്ചു ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവ് ജനിക്കാൻ ഇടയുള്ള സ്ഥലം എവിടെയാണ്? ഇവര് ഹെരോദാവിനോട് പറയുന്നു, ബേത്ലഹേമിലാണ് യഹൂദന്മാരുടെ രാജാവ് ജനിക്കും എന്ന് പ്രവചനങ്ങളെല്ലാം പറയുന്നതെന്ന്. ഹെരോദാവ് ഈ വിദ്വാൻമാരെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ബേത്ലഹേമിലേക്ക് പൊക്കൊള്ളുക, അവനെ കണ്ടെത്തിയ കാര്യം എന്നോട് ഒന്ന് പറയുകയും ചെയ്യണം, കാരണം എനിക്കും അവനെ പോയി ആരാധിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യെരുശലേമിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോവുകയാണ് യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിക്കാൻ. അവിടെ നിന്ന് പുറപ്പെടുന്ന സമയം തൊട്ട് ഈ ഒരു നക്ഷത്രം പിന്നെയും അവിടെ അവർക്ക് വെളിവാകും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഈ നക്ഷത്രത്തെ കണ്ട വിദ്വാൻമാർക്ക് അതിയായിട്ടുള്ള ആഹ്ലാദമുണ്ടായി. ഈ നക്ഷത്രം അവർക്ക് മുമ്പേ പോവുകയും യേശു വസിച്ചിരുന്ന ആ ഒരു വീടിൻ്റെ മേളിൽ ചെന്ന് ഈ നക്ഷത്രം നിൽക്കുകയും ചെയ്തു. ഇവിടെ യേശു വസിക്കുന്നു, ഇവിടെ യേശു ജനിച്ചിരിക്കുന്നു, ഇവിടെയാണ് യേശു എന്ന് കാണിച്ചു കൊടുത്ത ആ ഒരു നക്ഷത്രത്തെ കാണിക്കാനാണ് ഇന്നും പല ഭവനങ്ങളിലും ക്രിസ്മസ് കാലമാകുമ്പോൾ നക്ഷത്രം തൂക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നോൺ ബിബ്ലിക്കൽ, ഇത് പേഗൻ പ്രാക്ടീസ് ആണ് എന്നൊക്കെ പറയുന്ന വാദം തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ദി സിംപ്ലി പ്രൊക്ലെയിംസ്, ഇൻ ദിസ് ഹൗസ് ജീസസ് ഈസ് ബോൺ, ഹിയർ ഈസ് ജീസസ്, വി ഹെയിൽ ജീസസ് എന്നിങ്ങനെയുള്ള ഒരു ഫെയ്ത്ത് ഡിക്ലറേഷൻ ആണ് ഈ ഒരു നക്ഷത്രം തൂക്കുന്നതിൽ കൂടി സാധാരണയായിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ക്രിസ്മസ് കാലമാകുമ്പോൾ ഒരു സൈൻ എന്നതുപോലെ തൂക്കാതെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തൂക്കുക. ഈ വീട്ടിൽ യേശു വസിക്കുന്നു, ഈ വീട്ടിൽ യേശുവിനെ വർഷിപ്പ് ചെയ്യുന്ന ഇടമാണ് എന്ന് മറ്റുള്ളവർ കാണട്ടെ. ഇനി നമുക്ക് ഈ നക്ഷത്രത്തിന്റെ ആത്മീയ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ചിന്തിക്കാം. അന്ന് വിദ്വാൻമാർ ദർശിച്ച ആ നക്ഷത്രത്തിന് വളരെയധികം ആത്മീയ ഇമ്പോർട്ടൻസ് ഉള്ള നക്ഷത്രമായിരുന്നു. ആ വിദ്വാൻമാർ 2 പ്രാവശ്യമായിട്ടാണ് നക്ഷത്രത്തെ കാണുന്നത്. ആദ്യം അവരുണ്ടായിരുന്ന ആ സ്ഥലത്തായിരുന്നു ആ നക്ഷത്രത്തെ കണ്ടത്. കിഴക്ക് നിന്ന് വന്നവർ എന്നതാണ് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ. എന്ന് വെച്ചാൽ അവർ യഹൂദന്മാർ അല്ലായിരുന്നു, പക്ഷെ അവർ വളരെയധികം പാണ്ഡിത്യമുള്ള ആൾക്കാരായിരുന്നു. ബൈബിളിനെ കുറിച്ചും യഹൂദന്മാരുടെ രാജാവ് ജനിക്കുമെന്നുള്ള പ്രവചനങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നവരായിരുന്നു ആ ഒരു വിദ്വാൻമാര്. അങ്ങനെ ഒരു നക്ഷത്രം കണ്ടപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവര് കണ്ട ഒരു സത്യമെന്ന് പറഞ്ഞാൽ യഹോവയുടെ പ്രവചനങ്ങളെല്ലാം നിവർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. പക്ഷേ എനിക്കിന്ന് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഈ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണ്. ഈ പ്രൊഫസി യഹോവ നടത്തിയത് പ്രവാചകന്മാരിൽ കൂടി ഒന്നുമല്ല, അതിനൊക്കെ ഒരുപാട് പണ്ട് ഇസ്രായേൽ മക്കളുടെ പലായന സമയത്ത് നടത്തിയ ഈ ഒരു പ്രവചനം യഹോവ കൊടുത്തത് ബാലാമിൻ്റെ
വായിൽ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇസ്രായേൽ മക്കളുടെ പലായന സമയത്ത് ബാലാക്ക് രാജാവ് ബാലാമിനെ വിളിച്ച് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന ബാലാമിന്റെ വായിൽ യഹോവ കൊടുക്കുന്ന പ്രൊഫസിയാണ്, യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നും ചെങ്കോൽ ഉയരും എന്ന് ഉള്ള ഈ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യമാണ്. നിങ്ങളെല്ലാവരും ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രവചനം, നക്ഷത്രം ഉദിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനം കാണുക. കാലാകാലങ്ങളായിട്ട് യഹോവ നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം ഈ ഒരു നക്ഷത്രം ഉദിച്ചപ്പോൾ വിദ്വാൻമാർക്ക് മനസ്സിലായി ഈ വാഗ്ദാനങ്ങളെല്ലാം നിവർത്തിയായിരിക്കുന്നു. യഹോവയുടെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ, അവന്റെ പ്രോമിസസ് എല്ലാം നിവർത്തിയാക്കപ്പെടും എന്നുള്ള ആ ഒരു കാര്യത്തെ കാണിക്കുന്ന ഒരു വലിയൊരു സിംബോളിക് ഈവന്റ് ആയിരുന്നു അന്ന് ഉദിച്ച ആ ഒരു നക്ഷത്രം. ക്രിസ്മസ് നക്ഷത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ, യഹോവയുടെ പ്രവചനങ്ങളെല്ലാം നിവർത്തിയാക്കപ്പെടും, അവന്റെ പ്രോമിസസുകളെല്ലാം നിവർത്തിയാക്കപ്പെടും. അവന്റെ ഫെയ്ത്ത്ഫുൾനെസ് ആയിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉദിക്കുന്നത്. ജെറുസലേമിലെത്തിയ വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുവിനെ അന്വേഷിച്ച് നടക്കുന്ന വിദ്വാൻമാർക്ക് അവര് ബേത്ലഹേമിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ ആ സ്റ്റാർ വീണ്ടും എത്തുന്നു. അതിയായ ആഗ്രഹത്തോടു കൂടിയായിരുന്നു ആ വിദ്വാൻമാർ അവരായിരുന്ന സ്ഥലത്ത് നിന്നും യെരുശലേമിലേക്ക് എത്തിയത്. യേശു എന്ന ഡെസ്റ്റിനേഷനിലെത്താൻ അവരെ നയിച്ച അതേ നക്ഷത്രം നമ്മളെയും യേശുവിൻ്റെ വചനങ്ങളിൽ കൂടി, ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടി യേശു എന്ന ഡെസ്റ്റിനേഷനിലെത്താൻ തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് ആ വിദ്വാൻമാർ നക്ഷത്രത്തെ നോക്കി പോയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ നമ്മളെ ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നത്. നമ്മുടെ പാതകളെ തെളിയിക്കാൻ, നമ്മുടെ വഴികളെ പ്രകാശപൂർണമാക്കാൻ യേശു എന്ന പ്രകാശം ഈ ഒരു വചനത്തിൽ കൂടി തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. പക്ഷേ അതിന് യേശുവിനെ കാണാൻ, യേശുവിനെ ആരാധിക്കാനുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടി ആയിരിക്കണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു നക്ഷത്രം കാണാൻ സാധിക്കത്തുള്ളൂ, യേശുവിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. യേശുവിലേക്ക് എത്താൻ കഴിയാതെ പോയ മറ്റൊരാളെ കുറിച്ച് ഇതേ സ്ക്രിപ്ചറിൽ പറയുന്നുണ്ട്. ഹെരോദാവ് വിദ്വാൻമാരോട് പറയുന്നുണ്ട്, എനിക്കും യഹൂദന്മാരുടെ രാജാവിനെ വണങ്ങണം അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യണം, നിങ്ങൾ പോയി കണ്ടിട്ട് എന്നോട് ഒന്ന് പറയണമെന്ന്. പക്ഷേ ഹെരോദാവിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ യേശുവിനെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ തന്നെയായിരുന്നു ഹെരോദാവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻഷൻ ശരിയാകാഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു നക്ഷത്രത്തെ കാണാനോ യേശുവിനെ കാണാനോ ഒന്നും ഹെരോദാവിന് കഴിഞ്ഞില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്നത് മനസ്സിലാകണം. യേശുവിനെ കാണാൻ, യേശുവിനെ മനസ്സിലാക്കാൻ, യഹോവ ജഡം ധരിച്ചെത്തിയ യേശുവിൽ വിശ്വാസം അർപ്പിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മളത് ഉണ്ടാക്കി എടുത്തേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ വി കനോട്ട് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്, വി കനോട്ട് സീ ദ ഗ്ലോറി ഓഫ് ജീസസ്, ദ ലോർഡ് ഓഫ് ലോർഡ് ആൻഡ് ദ കിങ് ഓഫ് കിങ്. ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലും ഓരോ നക്ഷത്രം തൂക്കാൻ ശ്രദ്ധിക്കുക. ഈ നക്ഷത്രം കാണുന്നവർക്ക് മനസ്സിലാകട്ടെ, ഇത് യേശുവിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനങ്ങളാണ്. ഈ വീട്ടിൽ യേശു വസിക്കുന്നു, ഈ വീട്ടിൽ യേശുവിനെ ആരാധിക്കുന്നവരും വണങ്ങുന്നവരുമാണ് എന്നുള്ളത്. ഇത് മാത്രമല്ല, യേശുവിനെ കുറിച്ച് അറിയാത്തവർക്കും യേശുവിൽ വിശ്വാസം തീരെ ഇല്ലാത്തവർക്കും യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാകട്ടെ നമ്മൾ. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കുക, യേശുവിന് വേണ്ടി സംസാരിക്കുന്നവരാകുക. യേശുവിനെ കാണട്ടെ എല്ലാവരും. Come fall in love with Jesus and fall in love with the word of God.